കുട്ടികളുടെ ഈ ഒരു ഗ്രോവിംഗ് സ്റ്റേജിൽ ഇവർക്ക് ആനിമൽസിനെ കാണുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇന്ന് കുട്ടികളെയും കൂട്ടിയിട്ട് ബഹ്റിന് സൂ കാണാൻ വന്നതാ. ഈ കാണുന്ന ആമക്കുട്ടന്റെ ഒരു ഫാമിലി തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ പട്ടിനെയും പൂച്ചനെയും കാക്കനെയൊന്നും എപ്പോഴും കാണാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ കൂട്ടിൽ ഇങ്ങനെ ഓരോന്നിനെ കണ്ടപ്പോൾ ഇവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ ഏറ്റവും ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ ക്യാമൽ ഫീഡിങ് ആണ്. 500 ഫിൽസിനെ ഒട്ടകത്തിന് നമുക്ക് പുല്ലൊക്കെ വാങ്ങിയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതും എല്ലാവരോടും ഇണങ്ങുന്ന ഒരു ഒട്ടകമായിരുന്നു. ഒട്ടകം മാത്രല്ലേ, ഇതാ ഇവിടെ നല്ല ആട്ടുംകുട്ടികളുണ്ട്. ഓർക്കും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു. ഇപ്പൊ അധികം ചൂടും തണുപ്പും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെതറായിരുന്നു. ഇവൾക്ക് ഈ ആട്ടിൻകുട്ടികളൊക്കെ കണ്ടിട്ടേ അതിന്റെ ഉള്ളിൽ ചേർന്നിട്ട് ഓലോ കൂടെ കളിക്കാനും ആർമാദിക്കാനും ഉള്ള പരിപാടിയാണ്. അതിന്റെ ഇടയിൽ ഓടുന്ന ടൈമിലാണ് ഇതാ ഇപ്പൊ കാണുന്ന ഈ വീഴ്ച. ഞാൻ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷെ എന്നും ഇല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് മോളെ കൂട്ടിയിട്ട് വന്നപ്പോൾ. ഇവിടെ ഗ്ലാസിന്റെ ഉള്ളിൽ കരടിയും പുലിയൊക്കെ ഉള്ള ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഇവരിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് വല്ലാതെ സങ്കടമായിട്ട് തോന്നിട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഉപ്പാന്റെ ഉമ്മാനും കൂടെ പണ്ട് സൂ കാണാൻ പോയതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങളും പോലെ പോലെ ഒരു പാരന്റ്സ് ആയി.